രാജ്യത്ത് കുറച്ച് പെട്രോൾ ഡീസൽ വില നിലവിൽ വന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഇന്ധനവില 2 രൂപ കുറച്ചത്. 2 വർഷത്തിന് ശേഷമാണ് എണ്ണ കമ്പനികൾ വില കുറയ്ക്കുന്നത്. കൊച്ചിയിൽ 105 രൂപ 50 പൈസയും ഡീസൽ വില 94 രൂപ 50 പൈസയുമാണ് പുതിയതായി നിലവിൽ വന്നിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കേന്ദ്ര സർക്കാർ കുറച്ചത്. കൊച്ചിയിൽ പെട്രോളിന് 104.43 ഡീസലിന് 94.43. ഇങ്ങനെയാണ് കൊച്ചിയിലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില. പൊതുജനങ്ങൾ പൊതുവെ അവരുടെ അഭിപ്രായം ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വില കുറയ്ക്കലാണോ? കാരണം 2 വർഷത്തിന് ശേഷമാണ് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയുന്നത്. അതും പൊതുജനങ്ങളോടുള്ള പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധതയാണ് പ്രകടമാകുന്നത് എന്ന് കേന്ദ്രം പറയുമ്പോൾ കൂടിയും ഇത് എത്രമാത്രം പൊതുജനങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് തോന്നുന്നു ഈ പെട്രോളിന്റെ ഡീസലിന്റെയും വില കുറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അല്ലെങ്കിൽ സന്തോഷം നൽകുന്നത് ഓട്ടോ ഡ്രൈവർമാർ തന്നെയായിരിക്കും. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില കുറഞ്ഞിരിക്കുകയാണ്, അപ്പൊ എന്ത് തോന്നുന്നു ഈ സമയത്ത്? കുറഞ്ഞതിന് സന്തോഷമുള്ളൂ. പക്ഷെ ഇതിപ്പോ ഇലക്ഷൻ പ്രമാണിച്ച് ആൾക്കാരെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ചെയ്യണല്ലേ. ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ഈ കാശിന് അടിച്ചോണ്ടിരിക്കണത്. ഈ 2 രൂപ കുറഞ്ഞിട്ട് ഇപ്പൊ ഇത് കൂടുതൽ ഡീസലും പെട്രോൾ അടിക്കുന്ന ബസ്സുകാരാണ്. അവർക്കാണ് കൂടുതലാവും. ഞങ്ങൾ കൂടിയാൽ 300 രൂപ 350 രൂപ അടിക്കും. ഞങ്ങൾക്ക് 6 രൂപ കിട്ടും. അത് ഇട്ടിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഇപ്പൊ ജനങ്ങളെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി സർക്കാർ ചെയ്യാണ്. അത്രേ ഉള്ളൂ. ഇതിൽ നമുക്കൊരു നേട്ടവും ഇല്ല. വലിയ വലിയ ആൾക്കാർക്ക് നേട്ടമുണ്ട്. വലിയ വണ്ടിക്ക് അതിപ്പോ 100 ലിറ്റർ 200 ലിറ്റർ അടിക്കുകയാണെങ്കിൽ അവർക്ക് ലാഭമുണ്ട്. ഞങ്ങൾക്ക് ഇതിലൊരു പറയാൻ പറ്റില്ല ലാഭം. അങ്ങനെ തന്നെയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണെന്നാണ് അവർ പറയുന്നത്. ചേട്ടാ, പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില കുറച്ചിരിക്കുകയാണ്, എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. കാരണം ഇനിയുള്ള നമുക്ക് ചെലവുകള് നമ്മുടെ കുറഞ്ഞു കിട്ടും. ഇത്രയും നാളും നമ്മുടെ ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കണല്ലേ. വളരെ സന്തോഷം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും കുറയ്ക്കാൻ കാരണം. നമുക്കിത് കഴിയുമ്പോ അറിയാം എങ്ങനെ പോകുന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് കുറച്ചിരുന്നെങ്കിൽ പൊതുജനങ്ങൾക്ക് അത് ആ രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു സമീപനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാമായിരുന്നു. പക്ഷെ ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ ഉള്ളതുകൊണ്ടാണ് ആളുകൾക്കൊക്കെ അത് അത്തരത്തിൽ ഈ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണോ എന്ന തരത്തിലുള്ള ഒരു ചോദ്യം ഇവിടെ ഉയരുന്നത്. പെട്രോളിന്റെ വില കുറഞ്ഞിട്ടുണ്ടല്ലോ, 2 രൂപ കുറഞ്ഞു. അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത്? പ്രത്യേകിച്ച് അതാണ് ആളുകളുടെ പ്രതികരണം. എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് ഈ വില കുറച്ച നടപടി എന്നതാണ് പൊതുജനങ്ങളുടെ ഒരു ഭൂരിപക്ഷത്തിന്റെയും പ്രകടനം. കൊച്ചിയുടെ പൊതുചിത്രമാണ് നമ്മൾ കണ്ടത്. നമുക്ക് മറ്റു വാർത്ത